നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാരിയത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാർ ഏകദേശം 7-8 കുടുംബങ്ങൾ അവിടെ വലിയ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് കയറി കിടക്കാൻ വീടോ കിടപ്പാടങ്ങളോ ഒന്നുമില്ല. അവരാകപ്പാടെ ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ വെച്ചുകൊണ്ടും സഭയിൽ ഇറങ്ങി നിന്നുകൊണ്ട് കള്ളം പറയാൻ ഒരാൾക്കേ കഴിയൂ. അത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അവരെ വെച്ചുകൊണ്ട് തന്നെ എന്താ ഇതിനു മുമ്പ് പറഞ്ഞെന്താ, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ഒരു പുനരധിവാസ പദ്ധതി ഉണ്ടാക്കും, അവർക്ക് സ്ഥലം മേടിച്ച് വീട് വെച്ച് കൊടുക്കും. ഇതെല്ലാം പറഞ്ഞല്ലോ. ഞങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇത്തരത്തിലുള്ള പടുന്യായങ്ങളും കള്ളത്തരങ്ങളും സഭയിൽ നിന്ന് പോലും യാതൊരു എളുപ്പമില്ലാതെ പറഞ്ഞ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്നിട്ട് എന്തായി? ഇപ്പോൾ വസ്തുത എന്തായി? ആ പാവപ്പെട്ടവരുമായി ചർച്ച നടത്തിയിട്ടില്ല. ആ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ അവരുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. റോജി എം ജോണിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സഭയിൽ പ്രസംഗിച്ചത്. എന്നാൽ അവർ പറയുന്ന അവരുമായിട്ട് അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. അവർക്ക് കള്ളം പറയേണ്ട ആവശ്യം എന്താണ്? അവർക്ക് മുഖ്യമന്ത്രിയെ കള്ളനാക്കേണ്ട ആവശ്യം അവർക്കില്ല. അപ്പോൾ അവരെ നമുക്ക് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കേണ്ടതായി വരും. അവർ സാധാരണക്കാരാണ്. ഈ വീടും കുടിയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ആൾക്കാരുടെ വേദനയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രിയെ കള്ളനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ പറയുന്ന വസ്തുതയായി നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പോലും വീണ്ടും നീണ്ടു നിവർന്ന് നിന്ന് കള്ളം പറയുന്നു എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ പലരും കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതായത് UDFിലെ മുഖ്യമന്ത്രിക്ക് കള്ളം പറയാം, മാധ്യമങ്ങൾ ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അവിടെ മാധ്യമങ്ങൾ ചോദിക്കില്ല, സർ അങ്ങ് പറഞ്ഞത് കള്ളമല്ലേ CMA എന്ന് ചോദിക്കില്ല. അങ്ങനെ ചോദിക്കാനുള്ള പവർ ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വസ്തുതയാണ്. ഇന്ന് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ ഏത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന വന്യജീവി ആക്രമണത്തെ ഏത് രീതിയിലായിരിക്കും പൊലിപ്പിച്ചുകൊണ്ടിരിക്കുക? എന്നാൽ ഇന്ന് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വാർത്ത നിലനിൽക്കുന്നുണ്ടോ? വാർത്ത വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഘട്ടത്തിലും ഒരു അന്തിച്ചർച്ചയിലേക്ക് പോലും വഴിമാറിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഈ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞിട്ട് കൂടി ഈ പാരിയത്തുകാവിലെ വിഷയം എന്തുകൊണ്ടാണ് അന്തിച്ചർച്ചയിലേക്ക് ഒരു മാധ്യമങ്ങളിലും വരാത്തത്? ഒരിടത്തും വരുന്നില്ല, അത് വരികയുമില്ല. ഇതാണ് മറ്റൊരു അജണ്ട. അപ്പോൾ ഇവിടെ അതേസമയം ഇവിടെ നമുക്കറിയാം ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന വനം വകുപ്പ് മന്ത്രി ഇവിടെ ഇന്നുകൊണ്ട് പറഞ്ഞ എന്താ, എൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല ഈ പറയുന്ന വന്യജീവി ആക്രമണങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ പറഞ്ഞിരുന്നത് AK ശശീന്ദ്രൻ, ഇടതുപക്ഷത്ത് നിന്നുള്ള AK ശശീന്ദ്രൻ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പുതിയ രീതി? എങ്ങനെ ആയിരുന്നിരിക്കും അവരെ സമീപിക്കുക? വളഞ്ഞിട്ട് ആക്രമിക്കില്ലേ? ഇവിടെ UDF ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ പറയുന്ന മരണപ്പെട്ട ആളിന്റെ മൃതദേഹം പൊക്കിയെടുത്തുകൊണ്ട് റോഡിലൂടെ വിലാപയാത്ര നടത്തുമായിരുന്നു. അവിടെ പോയിരുന്നു റോഡിൽ ആ പറയുന്ന പാവപ്പെട്ടവനെ മൃതശരീരം റോഡിൽ ഇറക്കി വെച്ച് വെയിൽ കൊള്ളിക്കുമായിരുന്നു ഈ UDF ആയിരുന്നുവെങ്കിൽ. അപ്പോൾ അവിടെ ഒറ്റമൂലിയൊന്നും ഇല്ല എന്നുള്ള കാര്യം പുതിയ മന്ത്രിക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, വന്യജീവി ആക്രമണത്തെയും ചെറുക്കാൻ. പക്ഷേ മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയൊന്നുമല്ല. അപ്പോൾ അന്തിച്ചർച്ച നടത്തേണ്ടതായ പല സംഭവങ്ങൾ പോലും ഇവിടെ പലരും അത് ഏറ്റെടുക്കുന്നുമില്ല. ഒരു തരത്തിലുള്ള പറഞ്ഞാൽ ഒരു പ്രിവിലേജ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ഈ മന്ത്രിമാരെ നിലനിർത്തുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാരിയത്തുകാവിലെ ഈ ഒരു വിഷയം, അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? സർ അങ്ങനെയല്ല, അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച നിങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ചോദിക്കാനുള്ള നട്ടെല്ലാവർക്കും ഇല്ലാതെ പോകുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഇവിടെ നമുക്കറിയാം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്താ, ഇവിടെ അധിക നികുതി വേണ്ട എന്ന് വെച്ചുകൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിനെ ചെറുക്കാൻ നമുക്ക് കഴിയും. അതായത് സാധാരണക്കാരിലേക്ക് എത്തുന്ന ആ ഒരു വലിയ ഭാരം ഒഴിവാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാരാണ് ഭരിക്കുന്നത്? ഈ കഴിഞ്ഞ മെയ് മാസത്തിനകത്ത് തന്നെ 8 തവണയാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഇന്ധന വില വർദ്ധിച്ചത്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വാണിജ്യവാതകത്തിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ വിലയും വർദ്ധിച്ചിരിക്കുന്നു. അതും 1000-ഓളം വരുന്ന തുക. ഇത്രയും വർധന ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ ഉണ്ടായി.
എന്നിട്ട് എന്താണ് അന്ന് തുടക്കത്തിൽ പറഞ്ഞു ഞങ്ങൾ പഠിച്ചിട്ട് വേണ്ടത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് നടക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ പറഞ്ഞത് ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് വോട്ട് തട്ടാൻ വേണ്ടി ഒരു സമയത്തൊരു കാര്യം പറയുന്നു, എന്നിട്ട് സഭയിൽ കയറിയുന്നതുകൊണ്ട് ഞങ്ങൾ ആശാ വർക്കർമാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആശാ വർക്കർമാർക്ക് 21,000 രൂപ ഓണറേറിയം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ അവിടേക്ക് എത്തിച്ചോ? ഇപ്പോൾ 17,000 രൂപയല്ലേ കൊടുക്കുന്നത്. അതും കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചതാണ്. 2016 എന്തോ 2,500 രൂപ എങ്ങണ്ടായിരുന്നു അവരുടെ അവരുടെ ഓണറേറിയം. എന്നിട്ട് ഇപ്പോഴെത്തി നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. അന്ന് ഈ പറയുന്ന VS ശിവകുമാർ എന്ന് പറയുന്ന അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് സമരം ചെയ്തിട്ടുണ്ട് ഈ ആശാ വർക്കർമാർ. ഇല്ലാന്ന് അവർ തന്നെ വേണമെങ്കിൽ തുറന്നു പറയട്ടെ. ഇവിടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ സമര പരിപാടി സംഘടിപ്പിച്ചത് ഇവിടുത്തെ ഇടത് പാർട്ടികളാണ്. ഇത് അല്ലാന്ന് പറയട്ടെ. അപ്പോൾ എന്നിട്ട് ആകെ പറയുന്നത് അംഗനവാടി വർക്കേഴ്സിന് 1000 രൂപ കൊടുത്തു. ഇതിന് മുമ്പും കൂട്ടിയിട്ടുണ്ടെന്നേ. ഇതല്ല വലുത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഇന്ധന വില അവർക്ക് കുറയ്ക്കാൻ കഴിയില്ല, കോടിക്കണക്കിന് രൂപ വരുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുകയല്ലേ ഇപ്പോൾ ഇവിടെ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ജനങ്ങളെ പൊട്ടന്മാരാക്കി അല്ലെങ്കിൽ കള്ളം പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട്. എന്നിട്ട് മറ്റൊരു കാര്യം എന്താണ്, ഇവിടെ വഖഫ് ഭൂമി മുനമ്പം പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കാൻ ഞങ്ങൾക്ക് 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെയായി ആ 10 മിനിറ്റ് ആയിട്ടില്ലേ? മുനമ്പത്ത് വിഷയം പരിഹരിക്കപ്പെട്ടോ? ഇല്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആരുടെ തലയിൽ കൊണ്ടുവച്ചു? ഇടതുപക്ഷ സർക്കാർ അധികാരമൊഴിയുന്നതിന് മുൻപ് ഇതിനെ രജിസ്ട്രി ചേർത്തു. ഉമീദ് രജിസ്ട്രി ചേർത്തു അത്രേ. ആരാണ് അക്ഷരാർത്ഥത്തിൽ ചേർത്തത്? അല്ലെങ്കിൽ ആ മുനമ്പത്തെ ആ ഭൂമി വഖഫാക്കി മാറ്റിയത് ആരായിരുന്നു? അത് റഷീദ് അലി തങ്ങൾ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിലല്ലേ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്? എന്നിട്ട് ഏറ്റവും ഒടുവിൽ അതും ഈ LDFന്റെ തലയിലേക്ക് ചാരാൻ ശ്രമിച്ചു, പക്ഷേ പാളിപ്പോയി. ഇവിടെയൊക്കെ ഈ രീതിയിലുള്ള കള്ളപ്രചരണങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആ ഒരു ഓറയിൽ നിന്നും പുറത്തേക്ക് വരേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങൊരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടായിരിക്കണം അങ്ങ് ജനങ്ങളോടും അതോടൊപ്പം മാധ്യമങ്ങളോടും സംസാരിക്കേണ്ടത്. പിന്നെ ഈ രീതിയിൽ നിങ്ങൾക്ക് കള്ളം പറയാനുള്ള ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കള്ളം പറയാം എന്ന് പറയുന്ന ഒരു അവകാശം അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. അതിനെ തുടരുക തന്നെ ചെയ്യും. ഇനിയും പല ഘട്ടങ്ങളിലും ഇതിങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ആകെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് ആശ്വസിക്കാൻ കഴിയുന്ന ഒന്ന് ആശമാരുടെ ഓണറേറിയത്തിലുണ്ടായ ഒരു 3000 രൂപയുടെ വർധനവ്. ക്ഷേമ പെൻഷൻ മുടങ്ങി എന്നുള്ള കാര്യം നമുക്കറിയാം. ആരോഗ്യ മേഖല തകിടം മറിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കണ്ട അല്ലെങ്കിൽ റേഷനിൽ വിലക്കേർപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയെന്ന് നമുക്കറിയാം. ഇവിടെ പാലിൻ്റെ വില 4 രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നരേന്ദ്രമോദി പണ്ട് കഥ പറഞ്ഞ പോലെ അങ്ങേർക്ക് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പുല്ലിറക്കാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കഥ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയുന്ന ഒരു എന്താ പറയുക, ജനങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പം മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മാധ്യമങ്ങൾ അതിന് കുട പിടിച്ചു കൊടുക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.